ഉണ്ണിക്ക് ചോറ് കൊടുക്കാൻ വേറെ കറികളൊന്നുമില്ല. അപ്പം പെട്ടെന്ന് പപ്പടം വറുത്തിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഇനി കഴിക്കുമോയെന്ന് അറിഞ്ഞൂടാ. ബീട്രൂട്ട് ക്യാരറ്റ് ഉപ്പേരി ഉണ്ട്. ഇതൊന്ന് കത്തിച്ചിട്ട് പപ്പടം പെട്ടെന്ന് വറുത്തെടുക്കാം. ഉണ്ണിക്ക് പപ്പടം ഇഷ്ടപ്പെടുമോയെന്ന് അറിയില്ല. എന്നാലും പപ്പടം ഇങ്ങനെ കത്തി ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് പപ്പടം വറുത്തെടുക്കാം കേട്ടോ. ഈസി ആയിട്ടുള്ള പണിയാണ്. പപ്പടം ചൂട്. പപ്പടം എടുത്ത് കഴിക്കാൻ പോയ പപ്പടം ചൂട് എന്ന്. പിന്നെ ഇപ്പം വറുത്ത പപ്പടം ചൂടുണ്ടാവില്ലേ? മുഴുവൻ വറുത്തെടുക്കട്ടെ കേട്ടാ. പപ്പടം മുഴുവൻ വറുത്തോരിട്ട് തരാം കേട്ടാ. അങ്ങനെ പപ്പടം വറുത്തെടുത്തു. കുറച്ച് ചോറ് എടുക്കണം. ചോറ് ഇപ്പം തരാം കേട്ടോ. മൂക്ക് കടിക്കണ്ടേ? അങ്ങനെ ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് വാരി കൊടുത്താൽ കഴിക്കുമോന്നാണ് അല്ലേ? ചോറ് കഴിക്കുമോ നീ? ഉണ്ണി ചോറ് വേണ്ട അവൻ്റെതാ അകലേ പോയി നിൽക്കണ്ട് അല്ലേ? വേഗം വാന്ന് ചോറ് കഴിക്കുക. വേഗം വാ. ഇവർ രണ്ടാൾക്കാർ കാവലാണ്. ഞങ്ങൾക്ക് എപ്പോഴാണ് ചോറ് തരണേ പറഞ്ഞിട്ട്. ചെറുനാരങ്ങ പറിക്കാൻ പോയി നിൽക്കുക. ചോറ് കഴിക്കാൻ വിളിക്കുമ്പോൾ ഉണ്ണി ഒരു ചെറുനാരങ്ങ പറിക്കാൻ. എന്നാ വേഗം വാ ചോറ് കഴിക്കുന്ന. നല്ലോട്ട് വേഗം കഴിക്കും. ചെറുനാരങ്ങ ബോളാണത്രേ. അതങ്ങനെ ചവിട്ടാൻ പാടുമോ? ചെറുനാരങ്ങ ചവിട്ടാൻ പാടില്ലടാ ഉണ്ണി. അങ്ങനെ ഉണ്ണി ചോറ് കഴിച്ച് മതിയാക്കി. ശരി, പട്ടികൾക്ക് ഇട്ട് കൊടുത്തോ, അവർ കഴിച്ചോട്ടെ. ഉണ്ടോ പട്ടിക്കൂട് കണ്ടോ? ആന എടുത്തിട്ട് ഒറ്റ ഏറിട്ടോ. ഇതിൽ കൂടെ വഴി കൂടെ ആന പോകുമ്പോൾ ഇവരെപ്പോഴും കുരയ്ക്കുവേ. ആനയ്ക്കത് ഒട്ടും ഇഷ്ടമല്ല. ഇതുണ്ടോ എടുത്തിട്ട് ഒറ്റ ഏറങ്ങട കേട്ടോ. ഡോറൊക്കെ കേട് എത്തിയിട്ടിരിക്കുവോ. അടച്ചിടാനൊന്നും അതുകൊണ്ട് അടച്ചിടാൻ പറ്റാത്തതുകൊണ്ട് എപ്പോഴും ഈ പട്ടിയായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഉണ്ണി. ഇതുകൊണ്ടില്ലേ ഡോർ അങ്ങനെ കേട് വെച്ചിട്ട് ഒറ്റ ഏറിന് ഒക്കെ ദൂരെ പോയിട്ടോ. ഭയങ്കര ഒരു ദേഷ്യം വന്ന ആന. പിന്നെ എന്താ ചെയ്യാന്ന് അവർക്ക് തന്നെ ഒരു പിടി ഉണ്ടാവില്ല. അങ്ങനെ ഞാനും കുറച്ച് ചോറ് കൊടുത്തു. പപ്പടം ബീട്രൂട്ട് ഉപ്പേരി കേട്ടോ. ലേശം തൈര് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട്. തൊണ്ടവേദനയുണ്ട്, പ്രശ്നം വരുമോ എന്ന് അറിഞ്ഞൂടാ കേട്ടോ.